കഴിഞ്ഞ വർഷം യൂട്യൂബിൽ 75,000 വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. 2025 ഒരു വീട് നിർമ്മിക്കാൻ ഏകദേശം എത്ര രൂപ ചെലവ് വരും എന്നുള്ള നമ്മുടെ വീഡിയോ. ഈ വർഷം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ 2026 ചെലവ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ടൊരു റെഫറൻസ് ഡ്രോയിങ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 400 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടിൻ്റെ പ്ലാനാണ്. ഞാൻ ആ ഒരു പ്ലാൻ ഞാൻ ഇതിനോട് കൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം. 6 മീറ്റർ നീളവും 6 മീറ്ററും വീതിയുമുള്ള ഒരു വീടിൻ്റെ പ്ലാൻ കൊടുക്കുന്നു. ഒരു ചെറിയ ഒരു ബെഡ്റൂമും ഒരു ഹാളും കിച്ചണുമുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെ അത് എസ്റ്റിമേറ്റ് ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ ഈ പറയുന്ന കണക്കുകളൊക്കെ ലൊക്കാലിറ്റിക്ക് അനുസരിച്ചും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അനുസരിച്ചും ലേബറിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. നിങ്ങളത് നോക്കിയിട്ട് വേണം ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 400 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. 6 മീറ്റർ നീളവും 6 മീറ്റർ വീതിയും. നമ്മൾ ആദ്യം തറ നിർമ്മിക്കണം. തറ നിർമ്മിക്കാനായിട്ട് നമുക്ക് പ്ലോട്ട് ലെവൽ ചെയ്യണം. പ്ലോട്ട് ലെവൽ ചെയ്യാൻ കോസ്റ്റ് ഞാനിതിൽ പറയുന്നില്ല. അത് ഓരോ ഏരിയ പ്ലോട്ടിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു മിസ്ലേനിയസ് ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് തറ നിർമ്മിക്കണം. തറ നിർമ്മിക്കാനായിട്ട് നമുക്ക് മണ്ണെടുത്ത് എക്സ്കവേറ്റ് ചെയ്യണം. എക്സ്കവേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഏരിയയിൽ മണ്ണെടുക്കണമെന്ന് അറിയണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ തറ വരാൻ ചാൻസ് ഉള്ള സ്ഥലം നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലാണ് തറ വരാൻ ചാൻസ് ഉള്ളത് നോക്കിയാൽ മനസ്സിലാവും. 6 മീറ്റർ നീളവും 6 മീറ്ററും വീതിയാണുള്ളത്. അത് അങ്ങനത്തെ 3 ഇവിടെ നമുക്ക് 3 ലെങ്ത്തിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇൻറ്റേർണൽ വാൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 36 മീറ്ററോളം നീളത്തിൽ തറ നമുക്ക് നിർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഒരു M³ 270 രൂപയാണ് നമ്മളൊരു ആവറേജ് റേറ്റ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മണ്ണെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വീടിന് 5,800 രൂപയുടെ ചിലവ് വരും. അത് കഴിഞ്ഞ് അവിടെ നമുക്ക് PCC സിമെൻറ്റ് കോൺക്രീറ്റ് ഒരു 5 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ നമ്മളവിടെ സിമെൻറ്റ് കോൺക്രീറ്റ് ഇടേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്കൊരു മീറ്റർ ക്യൂബിന് 7,020 രൂപ വെച്ചിട്ട് ഒരു 8,800 രൂപ ചിലവ് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തറ RR മെസണറി കരിങ്കൽ വെച്ച് ചെയ്യേണ്ടതുണ്ട്. 2 അടി വീതിയിലും 2 അടി ഹൈറ്റിലും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരു M³ 6,450 രൂപ വെച്ചിട്ട് ഇപ്പോൾ 83,980, അതായത് 84,000 രൂപ ചിലവ് വരും. അത് കഴിഞ്ഞിട്ട് DR മെസണറി അതിന് മുകളിൽ ഒരു 40 സെൻറ്റിമീറ്റർ വീതിയിലും ഒരു 1.5 അടി ഒരു 50 സെൻറ്റിമീറ്റർ ഹൈറ്റിലും DR മെസണറി ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്കൊരു M³ 8,640 രൂപ വെച്ചിട്ട് 62,000 സംതിങ് രൂപ അതിന് ചിലവ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ബെൽറ്റ് വാർക്കണം, പ്ലിന്ത് ബീം കെട്ടണം. അത് ഒരു 15 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നോർമലി ചെയ്യാറുള്ളത്. നമ്മൾ തറയുടെ അതേ വീതിയിൽ 40 സെൻറ്റിമീറ്റർ വീതിയിൽ അത് ചെയ്യുന്നുണ്ട്. അതിനൊരു M³ നമുക്ക് 10,260, കോൺക്രീറ്റ് ആണല്ലോ, 10,260 രൂപ വെച്ചിട്ട് 22,000 സംതിങ് രൂപ ചിലവ് വരും. അപ്പോൾ ഏകദേശം എല്ലാം കൂടെ നോക്കുമ്പോൾ തറ നിർമ്മിക്കാൻ വേണ്ടി മാത്രം നമുക്ക് 1,83,000 രൂപ ചിലവ് വരുന്നുണ്ട്. 400 സ്ക്വയർ ഫീറ്റിനുള്ള ഒരു വീടിൻ്റെ ഏകദേശ ചിലവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അനുസരിച്ചിട്ടും അവിടെയുള്ള ലോക്കൽ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചും ലേബർ ചാർജിനൊക്കെ അനുസരിച്ചും ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു ഏകദേശം നിങ്ങളുടെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഈ കണക്കുകൾ ഉപയോഗിക്കുക. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളായിട്ട് നമ്മൾ അടുത്ത് വരുന്ന സ്റ്റെപ്പുകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അതുവരെ ആ വീഡിയോ ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. താങ്ക്